അതിന് ഇപ്പോഴത്തെ ലെവലിൽ ഇപ്പൊ പ്രാഥമികമായിട്ടുള്ള ഈ ഒരു ലെവലിൽ നമുക്ക് എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കാൻ പറ്റുമെന്നുള്ളത് അവർ അറിയിച്ചു. കിംസിലും അതുപോലെ നിംസും ഒന്നും പറഞ്ഞ് പോകാൻ പറ്റത്തില്ല. സാധാരണക്കാർക്ക് ജില്ലാ ഹോസ്പിറ്റലാണ് നെയ്യാറ്റിൻകര എന്ന് പറയുന്നത്. അവിടെ പോകണം. അതിന് ഇനി ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും ഇത് സംഭവിക്കാൻ പാടില്ല. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോയ സമയത്ത് അവർ പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം വേറെ വ്യക്തി പറഞ്ഞെന്ന് പറഞ്ഞാല് മന്ത്രിയുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടാണ് സ്കാൻ ചെയ്തെന്ന് പറഞ്ഞു. ആദ്യം പറയുന്നു ഇഞ്ചക്ഷൻ എടുത്തില്ലെന്ന്, അത് കഴിഞ്ഞ് പറഞ്ഞു ട്രീറ്റ്മെന്റ് ഇല്ലെന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നെ ചോദിക്കുമ്പോൾ ഒരു വെള്ള പേപ്പറിൽ എഴുതി തന്നിട്ട് ഇന്ന ചെയ്തെന്ന് പറയും. യൂറിൻ ഇൻഫെക്ഷൻ ആയിട്ട് പോയിട്ട് അവരോട് എനിക്ക് അറിഞ്ഞു കളക്ടർ ആദ്യം വരാതെ ഒഴിവില്ല. മൂത്രത്തിൽ കല്ലാതെ വന്ന ഒരു പേഷ്യന്റിന് ഇഞ്ചക്ഷൻ കൊടുക്കും സാറേ. നമസ്കാരം. നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് അബോധാവസ്ഥയിലായിരുന്ന 28 വയസ്സുകാരി കൃഷ്ണ ഇന്ന് പുലർച്ചെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ടു. ഇന്ന് ഈ വിഷയമാണ് മലയാളി വാർത്താ പ്രേക്ഷകരുമായി ഞാൻ എത്തിക്കുന്നത്. ഈ മാസം 15-ാം തീയതിയാണ് കൃഷ്ണയെ തിരുവനന്തപുരം നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ കിഡ്നി സ്റ്റോൺ രോഗവുമായി സംബന്ധിച്ച് പ്രവേശിപ്പിച്ചുവെങ്കിലും ഡോക്ടർ മരുന്ന് മാറ്റി നൽകി. തുടർന്ന് അബോധാവസ്ഥയിലായി. കണ്ണും അതേപോലെ തന്നെ ശരീരമാസകലം മൊത്തം നീല നിറത്തിലായി. ഉടൻ തന്നെ MICUയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ജീവൻ നിലനിർത്താൻ സാധിച്ചില്ല. ഇന്ന് പുലർച്ചെയാണ് കൃഷ്ണ തങ്കപ്പൻ അന്തരിച്ചത്. ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് രോഗി മരിച്ച ആ വിഷയത്തിൽ തിരുവനന്തപുരം മോർച്ചറിക്ക് മുമ്പിൽ വൻ സംഘർഷമാണ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പിൽ അരങ്ങേറിയത്. ഈ വിഷയമായി മാഡം എന്തായാലും രോഗിയുടെ ബന്ധുമിത്രാളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എന്താണ് പറയാനുള്ളത്? ഫാമിലിക്ക് കുറച്ച് കൺസേൺസ് ഉണ്ട്. അപ്പൊ അതെന്താണെന്നുള്ളതാണ് ഇപ്പം കേട്ടത്. കൺസേൺസ് ആരും എന്ത് കൺസേൺ പറഞ്ഞാലും ജെനുവിൻ തന്നെയാണ്. സോ ഡെഫിനറ്റ്ലി കൺസേൺസ് വാലിഡ് ആണ്. അപ്പോ നമ്മളിപ്പം ഞാനും തഹസിൽദാറും പോലീസ് ഉദ്യോഗസ്ഥരും നമ്മൾ ഒരുമിച്ചാണ് മീറ്റിംഗ് എടുത്തത്. കൺസേൺസ് എല്ലാം നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഇപ്പോഴത്തെ ലെവലിൽ ഇപ്പൊ പ്രാഥമികമായിട്ടുള്ള ഈ ഒരു ലെവലിൽ നമുക്ക് എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കാൻ പറ്റുമെന്നുള്ളത് അവർ അറിയിച്ചു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിലവിലെടുത്തിരിക്കുന്ന കേസ് സാധാരണ ഒരു കേസ് തന്നെയാണ് എഫ്ഐആർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡോക്ടറുടെ ഭാഗത്തു നിന്നാണ് എന്ന് 100% തെളിഞ്ഞു കഴിഞ്ഞാൽ നടപടി കേസ് എടുക്കും. അല്ല, അത് ആ സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ എനിക്കതിൽ കമന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ വളരെ പ്രാഥമികമായ ഒരു സിറ്റുവേഷനിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അത് കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ ഈ നടക്കാൻ പോകുന്ന ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും ഒരു എൻക്വയറിയും ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേ അത് ഫർദർ ഏത് ലെവലിലേക്ക് മാറാം എന്നുള്ളതിന് എനിക്ക് എന്തെങ്കിലും കമന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെ കഴിയും. സബ് കളക്ടർ അശ്വതിയുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. അതെ, സബ് കളക്ടർ നമ്മുടെ ആവശ്യമെല്ലാം അംഗീകരിച്ചിട്ടുണ്ട്. RTOയുടെ കീഴിൽ തന്നെ എല്ലാ ഇൻവെസ്റ്റിഗേഷനും എല്ലാം ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിലെ കേസ് ഷീറ്റ് തരാൻ സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തന്നെ നൽകി നേരിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഞങ്ങൾ പറഞ്ഞ എല്ലാം സമ്മതിച്ച RTO ഇപ്പൊ സമ്മതിച്ച പോയിരിക്കുന്നത്. അത് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ അതിന്റെ മൂവ്മെന്റുമായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ വെച്ച് നമ്മൾ കേസ് ഷീറ്റ് എന്തായാലും കിട്ടിയേ പറ്റുള്ളൂ. എന്ത് മരുന്നാണ് നൽകിയത് തീർച്ചയായിട്ടും പുനഃ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതെ, വേണ്ടിയാണ് കേസ് ഷീറ്റ് കിട്ടണമെന്ന് പറയുന്നത്. നമ്മൾ അതിന് എന്ത് മരുന്നാണ് കൊടുത്തതെന്ന് നമുക്ക് അറിയണമെങ്കിൽ കേസ് ഷീറ്റ് വേണ്ടേ? കേസ് ഷീറ്റ് ഡോക്ടർ എഴുതിയിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് കേസ് ഷീറ്റ് വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. മരിക്കുന്നത് ഇതുവരെ ഒരൊറ്റ പാർട്ടിക്കാർ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ആരോഗ്യ എല്ലാ വാർത്തയും മന്ത്രി ഇതില് വിദഗ്ധ ടീമിനെ കൊണ്ട് വന്നിരിക്കും. ഞങ്ങൾ ബോഡി ഇവിടുന്ന് കൊണ്ടുപോകില്ല. ഇവിടെ ഇരുന്ന് ചെയ്യുന്നാൽ പോലും അത് ഇവിടെ ഇരിക്കുകയുള്ളൂ. ഞങ്ങൾ കൊണ്ടുപോകുന്ന പ്രശ്നമില്ല. ഇവർ ആദ്യം ചെയ്ത മരുന്ന് എന്താണെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ അവരുടെ കാല് പിടിച്ചിട്ട് അവര് ആ റിസൾട്ട് വന്നില്ല. എന്നാൽ ഇവിടുത്തെ ഡോക്ടർമാര് പറഞ്ഞു അവരെന്തുകൊണ്ടാണ് അവിടെ ഇത്രയും സീരിയസ് ആയിട്ട് വെന്റിലേറ്ററിൽ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോയ സമയത്ത് അവർ പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം വേറെ വ്യക്തി പറഞ്ഞെന്ന് പറഞ്ഞാല് മന്ത്രിയുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടാണ് സ്കാൻ ചെയ്തെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ തിരക്കി പറയുന്നത് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഇവിടെ ഒരു പ്രശ്നമല്ലാന്ന്. അവരുടെ മരിച്ചത് ആദ്യം പറയുന്നു ഇഞ്ചക്ഷൻ എടുത്തില്ലെന്ന്, അത് കഴിഞ്ഞ് പറഞ്ഞു ട്രീറ്റ്മെന്റ് ഇല്ലെന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നെ ചോദിക്കുമ്പോൾ ഒരു വെള്ള പേപ്പറിൽ എഴുതി തന്നിട്ട് ഇന്ന ചെയ്തെന്ന് പറയും. പിന്നെ എന്താ പറയേണ്ടത്? പിന്നെ എന്താണ് ഇഞ്ചക്ഷൻ കൊടുത്തതെന്ന് പറഞ്ഞ് അവർ എഴുതി തന്നിരിക്കുന്നു.
ആ CPR കൊടുക്കുന്നതിന് മുന്നേ ഞാൻ വാർഡിലെത്തിയതാണ്. ഞാൻ എത്തിയതിനു ശേഷം അവർക്ക് ഒരു ഇഞ്ചക്ഷനോ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ 3 ഇഞ്ചക്ഷൻ കൊടുത്തെന്ന് പറഞ്ഞാൽ അത് എഴുതി വെച്ചിരിക്കുന്നത് ഞാനാണ്. ഇഞ്ചക്ഷനോ ട്രിപ്പോ ഒന്നും ചെയ്തിട്ടില്ല. CPR മാത്രമേ ചെയ്തിട്ടുള്ളൂ. മന്ത്രിമാരല്ലേ ഞങ്ങൾ എനിക്കറിയാം. എന്റെ യൂറിൻ ഇൻഫെക്ഷൻ ആയിട്ട് പോയിട്ട് വന്ന അവരോട് എനിക്ക് അറിഞ്ഞേ കളക്ടർ ആദ്യം വരാതെ ഒഴിയുകയില്ല. മൂത്രത്തിൽ കല്ലാതെ വന്ന ഒരു പേഷ്യന്റിന് ഇഞ്ചക്ഷൻ കൊടുക്കും സാറേ. പാൻഡോപ്പ് ഇഞ്ചക്ഷൻ കൊടുക്കുന്ന വയറിന് പ്രശ്നം വന്ന ഒരാളാണ് പാൻഡോപ്പ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് നമുക്കറിയാന്നുള്ളത്. ഡോക്ടർ തിരക്കാകൊണ്ട് വാർഡിൽ വന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞു വിട്ടതാണ്. ഇതിനിടയ്ക്ക് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയ സമയത്ത് ചെയ്തതാണ് ഇതല്ല. ഇഞ്ചക്ഷൻ എടുത്താണ് പറഞ്ഞത്. ഫോൺ ചെവിയിലിരിക്കുക അന്നേരം വന്നാൽ ഇത് ചെയ്യുന്ന നമ്മളൊരു സാധാരണക്കാരൻ ഒരു ഹോസ്പിറ്റലിൽ പോയി പാൻഡോപ്പ് ഇഞ്ചക്ഷൻ ആയാൽ പോലും ബൈസ്റ്റാൻഡിൽ എടുക്കൂല. അവർ എന്തിന് ഇത്ര അഭിപ്രായം കാണിച്ചു? അത് അലർജി ഉള്ള ആളാണെന്ന് പറയുന്നില്ല. അവിടെ കൊടുത്ത മെഡിസിന്റെ ഷീറ്റ് കൊടുത്തിട്ടില്ല. OP-യിൽ വരുമ്പോൾ ഡോക്ടർ കാണുന്ന ഒരു നമ്മൾ എഴുതുന്ന മെഡിസിൻ ചാർട്ട് ഉണ്ട്, അത് അവരെ കൊടുത്തിട്ടില്ല. റെഫർ ചെയ്ത് വിട്ട കണ്ടീഷൻ മോശമായി റെഫർ ചെയ്ത് വിട്ട പേപ്പർ മാത്രമാണ്. അതിന് മുന്നേ എന്ത് മെഡിസിൻ കൊടുത്തിട്ടുണ്ടെന്നോ എഴുതിയിട്ടില്ല അതിനകത്ത്. ആ റെക്കോർഡ് നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ ഒരു കാര്യമാണ്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ലാസ്റ്റ് ഞങ്ങൾ അത്ര വഴക്കുണ്ടാക്കിയിട്ട് പറഞ്ഞു ഞാൻ ഒരു മരുന്ന് ഒരു ഇഞ്ചക്ഷന് ഒരു ഇത് കൊടുത്തോളൂ. പിന്നെ എന്ത് കാര്യത്തിനാണ് ആ ചാർജ് ഷീറ്റ് 3 മരുന്ന് കൊടുത്തെന്ന് പറഞ്ഞത്? അത് ഞങ്ങൾ അത് കണ്ടിട്ട് പോലും രാവിലെ തൊട്ട് അവിടെ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ഇരിപ്പുണ്ട്. അത് അങ്ങനെ ഒരു മെഡിസിൻ പോലും കൊടുത്തിട്ടില്ല. പിന്നെ എന്ത് കാരണത്തിലാണ് അങ്ങനെ എഴുതിയത്? ഇങ്ങനെ വിളിക്കുമ്പോ പറയാൻ എന്താ ഇത്ര മടി? എന്താ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ്, എന്റെ സഹോദരനാണിത്. ഞങ്ങളെ ഫാമിലി ഫ്രണ്ട് കൂടെയാണ്, വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. 3-4 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്, രാത്രിയും പകലുമായിട്ട് ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് പാർട്ടിപരമായി ഇടപെടും. അത് വേറെ, അത് വിഷയം നേരത്തെ ചെയ്യാമായിരുന്നു. അത് ഇനി ഇടപെടും, ഉറപ്പായിട്ട് ഇടപെടും. ഇവിടെ ഇനി ആരെങ്കിലും വരാതെ ബോഡി കൊണ്ടുപോകാൻ പറ്റില്ല. അത് ഞങ്ങൾ അവരെ ഫാമിലിയോടൊപ്പം തന്നെയാണ്. ഇല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ടുപോകുന്നില്ല. ഞാൻ അത്ര പറയുന്നത് ഇതുവരെ ഇത്തരം കാര്യങ്ങൾ നടത്തിയിട്ട് കൊണ്ട് തലേ ദിവസം തൊട്ട് അവര് പറയും ഇത് 99% പോയ 99% ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് സീരിയസായെങ്കിൽ ഇവിടെ കൊണ്ടുവന്നു. ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം അവിടെ കൊണ്ടിട്ടത്. എന്ത് ചെയ്യാം? ഇതൊന്നും ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണോ? ഞങ്ങൾക്കിതെല്ലാം അറിയാം. പിന്നെ പിടിച്ചു നിൽക്കുകയാണ്. ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ട്. കിംസിലും അതുപോലെ നിംസും ഒന്നും പറഞ്ഞ് പോകാൻ പറ്റത്തില്ല. സാധാരണക്കാർക്ക് ജില്ലാ ഹോസ്പിറ്റലാണ് നെയ്യാറ്റിൻകര എന്ന് പറയുന്നത്. അവിടെ പോകണം. അതിന് ഇനി ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും ഇത് സംഭവിക്കാൻ പാടില്ല. അതിന് എത്രത്തോളം പോകാൻ പറ്റും. ഇവിടെ ആരെങ്കിലും കളക്ടറോ RDO ആരുടെ സാന്നിധ്യത്തിലല്ലാതെ ആര് വന്നല്ലാതെ ഞങ്ങൾ ഇതിന് ബോഡി ഇടുന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. ഡോക്ടർക്കെതിരെ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം രോഗി മരിച്ച ആ ഒരു വിഷയത്തിൽ സബ് കളക്ടർ ഐശ്വര്യ ശ്രീനിവാസ് IAS ഇപ്പോൾ രോഗിയുടെ ബന്ധുമിത്രാദികളെ കണ്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി ഇൻക്വസ്റ്റും ബാക്കി കാര്യങ്ങളും പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോർഡ് വിട്ടു നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംഭവ സ്ഥലത്ത് നിന്ന് മലയാളി വാർത്തയ്ക്ക് വേണ്ടി ക്യാമറമാൻ സുരാജ് മാലപ്പട്ടോടൊപ്പം ന്യൂസ് റിപ്പോർട്ടർ ഷിവപ്രസാദ്.